സർ, നയംമാറ്റം എല്ലാ മേഖലയിലും കാണാം എന്ന് പറഞ്ഞാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കത്രിക വയറ്റിൽ മറന്നു വെച്ച് വേദന അനുഭവിച്ച് കരഞ്ഞുകൊണ്ടിരുന്ന അർശിനുമാരെയാണ് കഴിഞ്ഞ 10 വർഷക്കാലം കേരളം കണ്ടതെങ്കിൽ ഭരണം മാറിയ ഉടനെ അതേ മെഡിക്കൽ കോളേജിൽ ജോലി ലഭിച്ച് പുഞ്ചിരിക്കുന്ന അർശിനുമാരുടെ മുഖമാണ് സാർ ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. സാർ, ആശമാരുടെ സമരവും അതിനെ അവഗണിക്കുന്ന ഒരു ഭരണകൂടവുമാണ് കഴിഞ്ഞ 10 വർഷക്കാലം കേരളം കണ്ടതെങ്കിൽ ഭരണം മാറിയ ഉടനെ അവർക്ക് 3000 രൂപ വർദ്ധിപ്പിച്ച പുഞ്ചിരിക്കുന്ന ആശാവർക്കന്മാരെയാണ് സാർ ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. സാർ, തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിന്റെ വരാന്തയിൽ എനിക്ക് ചികിത്സ ലഭിച്ചില്ല, ദിവസങ്ങളോളമായി ഞാൻ സ്കാനിങ്ങിന് വേണ്ടി കിടക്കുകയാണ്, ഞാൻ മരിച്ചാൽ അതിന്റെ ഉത്തരവാദി ഇതിന്റെ അധികാരികളാണ് എന്ന് പറഞ്ഞു മരിച്ചുപോയ വേണുമാരാണ് കഴിഞ്ഞ 10 വർഷക്കാലം കേരളം കണ്ടതെങ്കിൽ ആ വേണുവിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുത്ത് ആ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു സർക്കാരിനെയാണ് സാർ ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. സാർ, കേരളം ഒന്നാകെ പറയുന്നത് LDF-ൽ നിന്ന് UDF-ലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് തെറ്റിൽ നിന്ന് തിരുത്തലുകളിലേക്കുള്ള ദൂരമാണെന്നാണ് എന്ന് ഈ നാടൊന്നാകെ പറയുന്നു. സാർ, സിയാറ്റിലെ ചീഫിന്റെ ഒരു പ്രസക്തമായ ഒരു കോട്ടുണ്ട്. ഓൺലി വെൻ ദ ലാസ്റ്റ് ട്രീ ഹാസ് ബീൻ ഫെൽഡ്, ദ ലാസ്റ്റ് റിവർ പോയ്സൺഡ്, ദ ലാസ്റ്റ് ഫിഷ് കോട്ട്, men will know that he cannot eat money. അവസാനത്തെ പുഴയും മലിനമാക്കപ്പെട്ടാൽ, അവസാനത്തെ മരവും മുറിച്ചു മാറ്റിയാൽ, അവസാനത്തെ മീനും പിടിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് മനസ്സിലാകും അവന് പണം തന്ന് ജീവിക്കാൻ കഴിയില്ല എന്ന്. അങ്ങനെ മനസ്സിലാക്കുന്നതിന് മുമ്പായി അത് തിരിച്ചറിഞ്ഞ് പരിസ്ഥിതിയെ നശിപ്പിക്കുന്ന കേരളയിലടക്കമുള്ള പദ്ധതിയെ അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞ് പരിസ്ഥിതി കിണങ്ങുന്ന വികസന സൗഹൃദ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റും എന്ന് പറയുന്ന ഒരു സർക്കാരാണ് സാർ ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഭരിച്ചവർ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോ യഥാർത്ഥത്തിൽ ഭരണ നേട്ടങ്ങളല്ലേ പറയേണ്ടിയിരുന്നത്? പക്ഷെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന, വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന പ്രസ്താവനകളല്ലേ സർ അവർ പറഞ്ഞത്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് വലിയ വിജയമുണ്ടായി. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിൽ ജയിച്ചു. ആ ജയത്തെ എങ്ങനെയാണ് അവർ വിലയിരുത്തിയത്? ന്യൂനപക്ഷ വർഗീയതയാണ് പ്രിയങ്ക ഗാന്ധി ജയിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞത് പോളിറ്റ് ബ്യൂറോ അംഗമല്ലേ സർ? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയി ഇടതുപക്ഷം. ആ തോൽവിയിൽ നിന്ന് അവർ പാഠം പഠിച്ചോ? അവരെന്താ പറഞ്ഞത്? ഇവിടെ നേരത്തെ TV ഇബ്രാഹിം പറഞ്ഞില്ലേ, കാസർകോട്ടെയും മലപ്പുറത്തെയും ജയിച്ചവരുടെ പേര് നോക്കിയാൽ വർഗീയത മനസ്സിലാകുമെന്ന് പറയുന്ന തരത്തിലേക്ക് അധപ്പതിച്ചു പോയ ഒരു മുന്നണിയായി ഇടതുപക്ഷം മാറിയില്ലേ സർ? കാഫർ സ്ക്രീൻഷോട്ടിൽ നിന്ന് ഇവർ പാഠം പഠിച്ചോ? പേരാമ്പ്രയിൽ യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തക ഫാത്തിമ തൈലിയ മത്സരിച്ചപ്പോ കൗമിന്റെ കുട്ടി എന്ന് പറഞ്ഞ് ഇവർ പ്രചരണം നടത്തിയില്ലേ? അവസാനം എന്താ സംഭവിച്ചത്? LDF-ന്റെ കൺവീനറെ പരാജയപ്പെടുത്തി ഫാത്തിമ തൈലിയ പേരാമ്പ്രയിൽ നിന്നും ജയിച്ച് ഈ നിയമസഭയിൽ അംഗമാകുന്ന കാഴ്ചയല്ലേ നമ്മൾ കണ്ടത്? എന്നിട്ട് ഇവർ പാഠം പഠിച്ചോ? ഇവരുടെ CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി അദ്ദേഹം എന്താ പറഞ്ഞത്? കണ്ണൂർ ജില്ലാ സെക്രട്ടറി പറയുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വർഗീയത തിമിർത്താടിയെന്നാണ്. പാഠം പഠിക്കാൻ ഇവർ തയ്യാറാകുന്നില്ല. ഇവിടെ നേരത്തെ സുമേഷ് സംസാരിച്ചപ്പോൾ പറഞ്ഞില്ലേ, ഇടതുപക്ഷം തകരുമെന്ന വ്യാമോഹം ആർക്കും വേണ്ട എന്ന്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു വ്യാമോഹവുമില്ല, അങ്ങനെ ഒരു മോഹവുമില്ല. ഇടതുപക്ഷം തകരണം എന്ന് ഞങ്ങൾ ആരും പറയുന്നുമില്ല. പക്ഷേ അങ്ങനെ ഒരു മോഹം നിങ്ങൾക്കുണ്ടോ? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരമൊരു നിലപാടാണോ നിങ്ങൾ സ്വീകരിക്കുക? സർ, ഞങ്ങളുടെ നേതാവ് PK കുഞ്ഞാലിക്കുട്ടി സാഹിബിന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച ഭൂരിപക്ഷം 85,000-ആണ്. സർ, നിങ്ങളുടെ നേതാവ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിയെ നയിച്ച നേതാവിന് ആകെ കിട്ടിയ വോട്ട് 85,000-ആണ്. സർ, ഇത് ജനങ്ങൾ കൃത്യമായി വിധി എങ്ങനെയാണ് രേഖപ്പെടുത്തിയത് എന്നതിന്റെ നേർരൂപമല്ലേ സർ? എന്നിട്ടും പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കുമ്പോൾ ജനങ്ങൾ എതിരായി വിധി എഴുതിയ ഒരാളെ തന്നെ നിങ്ങൾ പ്രതിപക്ഷ നേതാവാക്കി. എന്നോടൊരു DYFIയുടെ നേതാവിന്റെ സുഹൃത്ത് എന്നോട് ചോദിച്ചത്, ഞങ്ങൾക്കൊരു കരിങ്കൊടി പ്രകടനം നടത്താനുള്ള അവസരം എങ്ങനെ ഞങ്ങൾക്ക് കിട്ടുക? ഞങ്ങൾ എങ്ങനെയാണ് ഒരു കരിങ്കൊടി പ്രകടനം നടത്തുക? ഞാൻ ചോദിച്ചു, അതെന്തേ? നിങ്ങളുടെ കാലത്ത് നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോ കരിങ്കൊടി പ്രകടനം നടത്തിയതിന്റെ പേരിൽ ഹെൽമറ്റ് ഉപയോഗിച്ച് തല തല്ലിപ്പൊളിച്ചപ്പോ അത് രക്ഷാപ്രവർത്തനമാണ് എന്ന് പറഞ്ഞ് അന്നത്തെ മുഖ്യമന്ത്രിയാണ് ഇന്നത്തെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കുമ്പോ ഞങ്ങൾക്കൊരു കരിങ്കൊടി പ്രകടനം പോലും നടത്താൻ കഴിയില്ല എന്ന് പറയുന്ന തരത്തിലേക്ക് DYFI നേതാക്കന്മാർക്ക് പോലും കാര്യം മനസ്സിലായി.